ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരക പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണിത്. ഈ ഉയരമേറിയ പ്രതിമ ഇതോടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതായി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന പട്ടേൽ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഒക്ടോബർ 31 രാജ്യത്തിനായി സമർപ്പിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയെ പട്ടേൽ പ്രതിമ പിന്നിലാക്കി. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിലെ ജലാശയ മധ്യത്തിലായുള്ള സാധുബെറ്റ് എന്ന ദ്വീപിലാണ് ഇതിൻ്റെ സ്ഥാനം. സർദാർ സരോവർ ഡാമിൽ നിന്ന് 3.321 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 597 അടി ഉയരത്തിലാണ് പട്ടേൽ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 182 മീറ്റർ. 128 മീറ്ററാണ് 2008 പൂർത്തിയാക്കിയ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയുടെ ഉയരം. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരവും സർദാർ പട്ടേലിൻ്റെ പ്രതിമയുടെ സവിശേഷതയാണ്. 93 മീറ്ററാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഉയരം. എന്നാൽ മുംബൈയിൽ സ്ഥാപിക്കാനിരിക്കുന്ന ഛത്രപതി ശിവജി പ്രതിമയ്ക്ക് പട്ടേൽ പ്രതിമയേക്കാൾ ഉയരമുണ്ടാകുമെന്നാണ് സൂചന. 212 മീറ്റർ ഉയരമുള്ള പ്രതിമ 2021 പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഐക്യഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേലിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ശില്പത്തിന് 2013 ഒക്ടോബർ 31 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. ഈ പദ്ധതിയോടനുബന്ധിച്ച് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയെ കൂടാതെ ഒരു സന്ദർശക കേന്ദ്രം, സംഗ്രഹാലയം, സ്മാരക ഉദ്യാനം, കൺവെൻഷൻ സെൻറ്റർ, ലേസർ ഷോ തുടങ്ങിയ മറ്റ് പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. 2010 ഒക്ടോബർ 7 ഈ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത്. താഴെ നിന്നും ഈ പ്രതിമയുടെ ആകെ ഉയരം 240 മീറ്ററാണ്. ഇതിൽ 182 മീറ്ററാണ് പട്ടേൽ ശില്പത്തിൻ്റെ ഉയരം. ഉരുക്കുകൊണ്ടുള്ള ഘടനയിൽ പ്രബലിത സിമൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പുറമെ വെങ്കലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. 4 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഭീമാകാര ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2989 കോടി ഇന്ത്യൻ രൂപയാണ്, അതായത് 4.2 കോടി US$ ഈ പദ്ധതിക്കായി വന്ന ചെലവ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 2012-13 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ ഗുജറാത്ത് സർക്കാർ ഇതിനായി 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ശില്പത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് പ്രമുഖ ശില്പി റാം വി സുധറാണ്. സർദാർ സരോവർ നർമ്മദ നിഗം ലിമിറ്റഡും ലാർസൻ ആൻഡ് ട്രൂബോ നിർമ്മാണ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2013 ആരംഭിച്ച വെങ്കല പ്രതിമയുടെ നിർമ്മാണത്തിന് ചൈന വിദഗ്ധ തൊഴിലാളികളെയും എത്തിച്ചു. 33,000 ടൺ ഉരുക്കുപയോഗിച്ചാണ് ഈ ഭീമാകാര പ്രതിമ തീർത്തത്. ഗുജറാത്തിൽ നിന്നും 6,000 കിലോമീറ്റർ അകലെ ചൈനയിലുള്ള ഒരു ഉരുക്കുവാർപ്പ് ശാലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഉരുക്ക് പ്രതിമ നിർമ്മിച്ചത്. കിഴക്കൻ ചൈനീസ് പ്രവിശ്യയായ നാൻജങ്ങിലെ ജിയാങ്ഷി ടോങ്കിങ് മെറ്റൽ ഹാൻഡിക്രാഫ്റ്റ്സ് കമ്പനിയുടെ 51,000 ചതുരശ്ര മീറ്റർ വിശാലമായ നിർമ്മാണശാലയിലാണ് ഈ പ്രതിമയുടെ നിർമ്മാണം നടന്നത്. ഈ പ്രതിമ ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ്റെ SCOയുടെ 8 അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.